ഖത്തറിലെ അമേരിക്കൻ ബ്രിട്ടീഷ് സൈനിക ബേസുകൾക്ക് നേരെ ഇറാൻ മിസൈൽ അയച്ചുവെങ്കിലും എല്ലാം പരാജയപ്പെടുത്തി വൻ ശക്തികളുടെ യുദ്ധക്കരുത്ത്. ഇറാൻ വീണ്ടും അവരുടെ തന്നെ നാട്ടിൽ, അതും മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധ പരാജയം കൂടി ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഖത്തറിലെ US ബ്രിട്ടീഷ് ബേസുകൾക്കെതിരെ എത്തിയ 6 ഇറാൻ മിസൈലും അമേരിക്കൻ വ്യോമ പ്രതിരോധം തകർക്കുകയായിരുന്നു. ഇറാൻ മിസൈൽ തൊടുത്ത ആ സെക്കൻഡിൽ തന്നെ അമേരിക്കയെ വിളിച്ച് അറിയിച്ചിരുന്നു എന്ന് പരിഹാസത്തോടെ ട്രംപ് പറഞ്ഞു. ഇതെല്ലാം വെറും പിള്ളേരുകളി പോലെ തോന്നുന്നുവെന്നും യുദ്ധമെന്നൊന്നും ഇറാൻ അയച്ച മിസൈലുകളെ വിശേഷിപ്പിക്കരുതെന്നും ട്രംപിന്റെ പരിഹാസം. പലർക്കും പല ആഗ്രഹമുണ്ടാകും, എന്നാൽ അതെല്ലാം നടക്കുന്ന കാര്യമാണോ എന്നും ട്രംപ് കളിയാക്കി. എന്തായാലും ഇറാൻ ഖത്തറിലെ ഒരു പ്രധാന US വ്യോമതാവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളെയും ആശങ്കയിലാക്കിയിരിക്കുന്നു. പ്രാദേശിക സേനകളും അമേരിക്കൻ, ബ്രിട്ടീഷ്, മറ്റു വിദേശ സൈനികരും ഉപയോഗിക്കുന്ന ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളമാണ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടത്. തിങ്കളാഴ്ച വൈകുന്നേരം ഖത്തറിലെ ഒരു പ്രധാന US വ്യോമതാവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഒരു ദിവസം മുൻപ് അമേരിക്കയുടെ 3 ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് ഇത് പ്രതികാരമായി. പ്രാദേശിക സേനകളും അമേരിക്കൻ, ബ്രിട്ടീഷ്, മറ്റു വിദേശ സൈനികരും ഉപയോഗിക്കുന്ന ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളമാണ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടത്. 6 മിസൈലുകൾ പതിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നു. ഈ അവകാശവാദം ഒരു US ഉദ്യോഗസ്ഥൻ നിഷേധിച്ചു. തുടർന്നുള്ള പരിഹാസ പ്രസ്താവനയിൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഇറാൻ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. എന്നാൽ ആക്രമണത്തിൽ ആളപായമോ പരിക്കുകളോ ഉണ്ടായിട്ടില്ല എന്ന് ഖത്തറും US ഉദ്യോഗസ്ഥരും പറയുന്നു. കൂടുതൽ സംഘർഷം ഒഴിവാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഇറാൻ ദോഹയെ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയതെന്നും റിപ്പോർട്ടുണ്ട്. ഇറാൻ താവളത്തിൽ 19 മിസൈലുകൾ പ്രയോഗിച്ചതായും അതിൽ 1 തകർന്നതായും ഖത്തർ പറഞ്ഞു. അൽ ഉദൈദിൽ നിലയുറപ്പിച്ച അമേരിക്കൻ സേനയെ ആക്രമിച്ചതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ ആക്രമണത്തിന് ശക്തവും വിജയകരവുമായ പ്രതികരണം എന്ന സ്ക്രീനിൽ ഒരു അടിക്കുറിപ്പും വന്നിരുന്നു. ഇറാനിൽ നിന്നുള്ള ഭീഷണിയുടെ വെളിച്ചത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ഖത്തർ വ്യോമാതിർത്തി അടച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം. ആക്രമണ സമയത്ത് ബഹ്റൈൻ, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയും അവരുടെ വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചു. കൂടാതെ നിരവധി വിമാന കമ്പനികൾ വിമാനങ്ങൾ റദ്ദാക്കി. ആക്രമണ സാധ്യത ഉണ്ട് എന്ന ആശങ്കയിൽ ഇറാഖിലെ US ഐൻ അൽ അസാദ് വ്യോമതാവളം വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കി. ഖത്തറിലല്ലാതെ മറ്റൊരു US സൈനിക താവളത്തിലും ഇറാനിയൻ ആക്രമണം കണ്ടെത്തിയിട്ടില്ല എന്നും അൽ ഉദൈദ് വ്യോമതാവളത്തിൽ ഒരു ആഘാതവും ഉണ്ടായിട്ടില്ല എന്നും ഒരു US സൈനിക ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. എന്നിരുന്നാലും 6 മിസൈലുകൾ താവളത്തിൽ പതിച്ചതായി തന്നെയാണ് ഇറാന്റെ അവകാശവാദം. അവരുടെ ആണവ സൗകര്യങ്ങൾ ഇല്ലാതാക്കാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. വളരെ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നതിനുള്ള വളരെ ദുർബലമായ പ്രതികരണം എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തെ പരിഹസിച്ചത്. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എഴുതിയ ട്രംപ് വിക്ഷേപിച്ച മിസൈലുകളുടെ എണ്ണം 14ആയി ഉയർത്തി. ഒരു അമേരിക്കക്കാരനോ ഒരു ഖത്തറിക്കോ ഒരു അപകടവും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഒരു മിസൈൽ ഭീഷണിപ്പെടുത്താത്ത ദിശയിലേക്ക് നീങ്ങിയതിനാൽ അത് ലാൻഡ് ചെയ്യാൻ അനുവദിച്ചു എന്നും അദ്ദേഹം എഴുതി. ഇനി വിദ്വേഷം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായും ആരുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും ആർക്കും പരിക്കേൽക്കാതിരിക്കാനും ഞങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതിന് നന്ദി, ഇറാനോട് നന്ദി പറഞ്ഞതായും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ ഇറാൻ ഇപ്പോൾ മേഖലയെ സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും നീങ്ങാൻ സാധിച്ചേക്കും. ഇസ്രായേലിനെ അത് ചെയ്യാൻ ഞാൻ ആവേശത്തോടെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം എഴുതി. സ്ഫോടനങ്ങൾക്ക് തൊട്ടുമുൻപ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷെഷ്കിയൻ എക്സിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഞങ്ങൾ യുദ്ധം ആരംഭിച്ചിട്ടില്ല, അത് അന്വേഷിക്കുന്നില്ല. പക്ഷേ മഹത്തായ ഇറാനെ ഉത്തരം നൽകാതെ ഞങ്ങൾ അധിനിവേശം വിടില്ല. സാധാരണയായി ഏകദേശം 10,000 US സൈനികരെ താമസിപ്പിക്കുന്ന ഖത്തറിലെ സൈനിക താവളം ആക്രമിച്ചതായി ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ സ്ഥിരീകരിച്ചു. ഞങ്ങളുടെ പ്രതികരണം ഗൾഫ് അയൽക്കാരന് ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു. മേഖലയിലെ വ്യോമശക്തിയുടെ നിയന്ത്രണം നൽകുന്ന കമ്പൈൻഡ് എയർ ഓപ്പറേഷൻ സെന്ററും ലോകത്തിലെ ഏറ്റവും വലിയ പരിവേഷണ വിഭാഗമായ 379ാമത് എയർ എക്സ്പെഡീഷണറി വിങ്ങും അൽ ഉദൈദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആളുകൾ നഷ്ടപ്പെടുന്നത് കുറയ്ക്കുന്നതിനും ബന്ധങ്ങളിലെ ഏതെങ്കിലും തകർച്ച കുറയ്ക്കുന്നതിനുമായി ഇറാൻ ഖത്തറിനെ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ആളുകൾ നഷ്ടപ്പെടുന്നത് കുറയ്ക്കണം, ആക്രമണങ്ങൾ വരുന്നുണ്ടെന്ന് ടെഹ്റാൻ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകി. പദ്ധതികളെ കുറിച്ച് അറിവുള്ള 3 ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ഇങ്ങനെ പറയുന്നു: ഞായറാഴ്ച തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് പ്രതീകാത്മകമായി പ്രതികാരം ചെയ്യാൻ ഇറാൻ ആഗ്രഹിച്ചു. എന്നാൽ 2 പക്ഷത്തിനും എളുപ്പത്തിൽ സംഘർഷം ലഘൂകരിക്കാൻ കഴിയും എന്ന് ഉറപ്പാക്കാനും ശ്രമിച്ചു. 2020-ൽ ഇറാനിയൻ ഉന്നത ജനറൽ ഖാസിം സുലൈമാനിയുടെ വധത്തിന് മറുപടിയായി ഇറാഖിലെ ഒരു അമേരിക്കൻ താവളത്തിൽ മിസൈലുകൾ പ്രയോഗിക്കുന്നതിന് മുൻപ് ഇറാൻ ഇറാഖിനെ അറിയിച്ചതിന് സമാനമായി പത്രം ഉദ്ധരിച്ച 3 ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നിരുന്നാലും അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് മറുപടിയായി പ്രതികാരം തുടരുമെന്ന് ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ തിങ്കളാഴ്ച പറയുന്നു. US ചർച്ചകൾ നടത്താൻ ശ്രമിച്ചാൽ ഇസ്രായേലും അമേരിക്കയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിച്ചു. മിസൈലുകൾ വിജയകരമായി തകർത്തുവെന്നും ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അവർ പറഞ്ഞു.
താവളം നേരത്തെ ഒഴിപ്പിച്ചിരുന്നു. ദോഹ ആക്രമണത്തെ ഖത്തറിന്റെ പരമാധികാരത്തിന്റെയും വ്യോമാതിർത്തിയുടെയും നഗ്നമായ ലംഘനമായും അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും ലംഘനമായും കണക്കാക്കുന്നു. കൂടാതെ ഈ ക്രൂരമായ ആക്രമണത്തിന്റെ സ്വഭാവത്തിനും വ്യാപ്തിക്കും ആനുപാതികമായി നേരിട്ട് പ്രതികരിക്കാനുള്ള അവകാശം നിക്ഷിപ്തമാണ്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരിയുടെ ഒരു പ്രസ്താവനയിലാണ് ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.